ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നാടിന്റെ മുഖമാണ്. അങ്ങനെ നോക്കിയാൽ മുഖം മിനുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കളമശ്ശേരി നിയോജക മണ്ഡലവും. മന്ത്രി പി രാജീവ് മുൻകൈയെടുത്ത് കളമശ്ശേരി നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആധുനിക സൗകര്യങ്ങളോടെ 6 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നു. കളമശ്ശേരി തേവയ്ക്കൽ കവലിയിൽ പണി പൂർത്തീകരിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഓരോ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലും FM റേഡിയോ, ഫോൺ ചാർജിംഗ് സൗകര്യവും എന്നിവയും ഇവയുടെ പ്രവർത്തനത്തിനായി ബാറ്ററി ബാക്കപ്പുള്ള സോളാർ വൈദ്യുത സംവിധാനവും ഉണ്ടാകും. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അതും കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ നല്ല ബസ് സ്റ്റോപ്പാണ്. നല്ല സൗകര്യമുണ്ട്, ഇരിക്കാനുണ്ട്, ലേഡീസ് ഇരിക്കാനുണ്ട്, പുരുഷന്മാർക്ക് ഇരിക്കാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ CR ഫണ്ടിൽ നിന്നും 70 ലക്ഷം രൂപ ചെലവിലാണ് 6 വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗം നമ്മൾ നിൽക്കുന്ന ബസ് സ്റ്റോപ്പും അതിനപ്പുറവും നമ്മുടെ ഇപ്പോൾ 16-ാം വാർഡിൽ 15-ാം വാർഡിൽ പ്രദേശത്ത് നമ്മൾ നിൽക്കുന്ന 15-ാം വാർഡിൽ നിന്ന് 16-ാം വാർഡിലേക്ക് വാർഡ് വിഭജനത്തിനുമായി ബന്ധപ്പെട്ട് അത് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ ഈ നാടിൻ്റെ, ഈ നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും എല്ലാവരുടെയും നിരന്തരമായ ആവശ്യപ്രകാരം നമ്മുടെ ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ ആളുകളെ അറിയിക്കുകയും കൗൺസിലർമാരെ അറിയിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു വിവരം നമ്മൾ മന്ത്രിയെ ബഹുമാനപ്പെട്ട പി രാജീവിനെ ധരിപ്പിക്കുകയും മന്ത്രി അതിനിടപെടുകയും ഈ ബസ് സ്റ്റോപ്പ് മേളിൽ നിന്നും 2 ബസ് സ്റ്റോപ്പ്, ഒരു സൈഡ് കുക്കാട്ടുള്ളിലേക്ക് വന്ന ബസ് സ്റ്റോപ്പും മറ്റേ സൈഡ് എറണാകുളത്തേക്ക് വന്ന ബസ് സ്റ്റോപ്പും. കളമശ്ശേരി നഗരസഭയിലെ ഇടപ്പള്ളി ടോൾ, കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ മുതുകാട് അമ്പലം, കരുമല്ലൂർ പഞ്ചായത്തിൽ UC കോളേജ്, ആലങ്ങാട് പഞ്ചായത്തിൽ ആലങ്ങാട് അമ്പലം കവല, കുന്നുകര പഞ്ചായത്തിൽ കുന്നുകര ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് അവിടുത്തെ സൗകര്യമനുസരിച്ചുള്ള ബസ് വെയിറ്റിംഗ് സെന്ററുകൾ സ്ഥാപിക്കുന്നത്. എന്തായാലും ഇങ്ങനൊരു സൗകര്യം ഈ തേവയ്ക്കൽ ജംഗ്ഷൻ ഉണ്ടായത് വളരെ നല്ല കാര്യമാണ്. ബസ്സിൻ്റെ തിരക്കും ജംഗ്ഷനും കൂടെ ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. ഇനിയും വികസനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഫോ പാർക്ക് തെങ്ങോട് ഭാഗത്തേക്കുള്ളത്, മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കുള്ളത്, കൈലസ് കോളനി ഭാഗത്തേക്കുള്ളത് 3 വഴികൾ ചേർന്നൊരു ജംഗ്ഷനാണ്. ഈ 3 വശത്തും വണ്ടി വന്നു കഴിഞ്ഞാൽ കാൽനടക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ജംഗ്ഷൻ ഉണ്ടായത്. അങ്ങനെ ആളുകൾ കഷ്ടപ്പെട്ട് അവസാനം പി രാജീവിനെ കണ്ട് രാജീവിനോട് സംസാരിച്ച് രാജീവ് കഴിഞ്ഞ ആഴ്ച ഈ ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനമായിരുന്നു, കഴിഞ്ഞ തിങ്കളാഴ്ച. ഇത്ര നല്ലൊരു ബസ് സ്റ്റോപ്പ്, അതായത് ഏകദേശം ഒരു 20 അടി നീളമുള്ള ഒരു നല്ലൊരു കാത്തിരിപ്പ് കേന്ദ്രം, നല്ല ടൈലൊക്കെ ഇട്ട് മ്യൂസിക് സിസ്റ്റം ഒക്കെ വെച്ച് നല്ല സൂപ്പർ കാത്തിരിപ്പ് കേന്ദ്രം. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു ബസ് സ്റ്റോപ്പ് കൂടി ചെയ്യാമെന്ന്, അങ്ങോട്ട് കുക്കാട്ടൂടി ഭാഗത്തേക്കുള്ള വേറൊരു ബസ് സ്റ്റോപ്പ് കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ ബസ് സ്റ്റോപ്പ് സ്ഥാപിക്കുവാൻ മുൻകൈയെടുത്തത് ഞങ്ങളുടെ മണ്ഡലത്തിലെ MLAയും മന്ത്രിയുമായ പി രാജീവാണ്. രാജീവിന് ഈ കാര്യത്തിൽ ഉണ്ടായ ശുഷ്കാന്തിക്ക് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. വീഗാലാൻഡ് ഡെവലപ്പേഴ്സിനാണ് നിർമ്മാണ ചുമതല. അനുദിനം വികസന പ്രവർത്തനങ്ങളുമായി കളമശ്ശേരി നിയോജക മണ്ഡലം മുന്നോട്ട് കുതിക്കുകയാണ്. വികസനങ്ങൾ ഉണ്ടാവട്ടെ, നമ്മുടെ നാട് വളരട്ടെ. ന്യൂസ് ബ്യൂറോ, HMT ജംഗ്ഷൻ.